എല്ലാവരും പറഞ്ഞു പാലം പകുതിയായി, ഫ്ലൈ ഓവർ പകുതിയായി, സ്റ്റാൻഡ് പകുതി. ഇവിടുത്തെ MP 3 പതിറ്റാണ്ട് ഇവിടെ ഭരിച്ചിട്ട് ഇവിടെ എന്താണ് നേടിയെടുത്തത്? ഈ പത്തനംതിട്ടയുടെ വികസനം കണ്ടിട്ടുണ്ടോ? പത്തനംതിട്ടയുടെ വികസനം കാണാതെ ഒരു 3 കേന്ദ്ര വിദ്യാലയം ഇവിടെ നടത്തി എന്ന് പറഞ്ഞ് പത്തനംതിട്ട ജില്ലയിൽ ഇവിടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. ആ MP ഈ പത്തനംതിട്ടയുടെ ഹൃദയമായ ഭാഗത്ത് എന്ത് വികസനമാണ് ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട, അതായത് ഈ 15 വർഷം കൊണ്ട് 3 കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്ന് ഫ്ലെക്സ് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അതിന്റെ അല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച വേണോ? എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതിയല്ലോ. അവര് പറയട്ടെ. ഇവിടെ ഫ്ലെക്സ് അല്ല, കേന്ദ്രീയ വിദ്യാലയത്തിലെ ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ കുട്ടികൾ എത്ര പഠിക്കുന്നതെന്ന് ഇവർക്ക് അറിയാമോ? കോന്നിയിലെ ഉദ്ഘാടനത്തിന് സൗകര്യങ്ങളില്ല, ഒരു പണിയും പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ MP മെഡിക്കൽ കോളേജ് ചെയ്തത്. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഒരാൾ പറയട്ടെ, അവിടെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കയറണ്ട, ആ പരിപാടി എടുക്കത്തില്ല. ഞാൻ ചർച്ച പറയട്ടെ, ഞാൻ പറയട്ടെ. അവിടെ ഇരിക്കാം. ഇവിടുത്തെ കേന്ദ്ര വിദ്യാലയത്തിൽ ഏത് പാവപ്പെട്ട കുട്ടികളെയാണ് കർഷകരെയും കർഷക തൊഴിലാളിയെയും സാധാരണക്കാരെയും എത്ര കുട്ടികളെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടുത്തെ MP? അത് തന്നെയാണോ അതായത് ആന്റോ ആന്റണി എന്ന MP ഒരു പരാജയമാണ്, ഇതല്ലേ പറഞ്ഞു വരുന്നത്? പരാജയം തന്നെയാണ്.